വാക്ക് കവിയൽ കുടുംബത്തിന് വേണ്ടി നന്ദി പറയുവാനാണ് ഞാൻ മുമ്പോട്ട് നിൽക്കുന്നത്. ചാച്ചനെ കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലായിരുന്നു, എനിക്കറിയാം. പിന്നെ പാമ്പ്ലാനി പിതാവ് കൃത്യമായി സംസാരിച്ചു, പിതാവ് സംസാരിച്ചു. എനിക്ക് കുറച്ച് നാൾ മുമ്പ് സെമിനാറിലൊക്കെ പഠിച്ചിട്ട് മനസ്സിൽ വലിയ വിഷമമായിരുന്നു. കൂട്ടുകാരുടെയൊക്കെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ എൻ്റെ ചാച്ചൻ മരിച്ചാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിച്ചു പോകുന്നു ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു. കാരണം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റിയല്ലായിരുന്നു. എൻ്റെ അമ്മയോ ചാച്ചനോ മരിക്കുന്നതിന് എനിക്ക് ഭാവനയിൽ കാണാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ദിവസങ്ങളിൽ എൻ്റെ ചാച്ചൻ എന്നെ പഠിപ്പിച്ചു, മരണം എന്ന് പറയുന്നത് ഒരു കടന്നുപോക്ക് മാത്രമാണ്. ഈ ജീവിതകാലം മുഴുവൻ വിശ്വസിച്ച കാര്യം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കാര്യമാണ് എന്ന് ചാച്ചൻ എന്നെ പഠിപ്പിച്ചു. എനിക്ക് സത്യത്തിൽ ഇന്ന് ഒട്ടും വിഷമമില്ല. മനുഷ്യമായിട്ട് മനസ്സിന് ഒരു വിഷമം പെട്ടെന്ന് തോന്നുന്നുള്ളതല്ലാതെ എനിക്കൊരു വരവായിട്ട് കരയേണ്ട വിഷമമില്ല. അതെൻ്റെ ചാച്ചൻ തന്ന വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട അനീഷച്ചനും ഞാനും കൂടി ചാച്ചന് ICUവിൽ വെച്ച് രോഗീലേപനം കൊടുത്തു. തലേ ദിവസം ഞാൻ ചാച്ചനോട് ചോദിച്ചു, ചാച്ചന് രോഗീലേപനം തരട്ടെ, എനിക്കൊരു പേടിയുണ്ടായിരുന്നു ചോദിക്കാൻ. പക്ഷെ ചാച്ച പറഞ്ഞു അതിനെന്താ, നമുക്ക് രോഗീലേപനം സ്വീകരിക്കുന്ന നല്ലതല്ലേ, പ്രാർത്ഥിക്കുന്നല്ലേ എന്ന് പറഞ്ഞ് എല്ലാ പ്രാർത്ഥനയും ബോധപൂർവം ചാച്ചൻ ചൊല്ലി. അതിനുശേഷം എന്നെ അത്ഭുതപ്പെടുത്തി അനീഷച്ചന് ചാച്ചന് ഒരു കയ്യും കൊടുത്തു, സ്തുതിയും ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞു ചാച്ച പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ എന്നോട് പറഞ്ഞു അതിനല്ലേ നീ ഉള്ളത്, മകനായിട്ട് അച്ഛനായിട്ടുള്ളത് എന്ന് ചാച്ചൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. മരിക്കുന്ന ദിവസം പോലും രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ചാച്ചന് സാധിച്ചു. മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് മാത്രമേ ചാച്ചന് പിന്നെ സംസാരിക്കാൻ പറ്റാതായിട്ടുള്ളൂ എന്ന് ഞാൻ ഓർക്കുകയാണ്. ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളാണ്. അഭിനന്ദ പിതാവ് പറഞ്ഞത്, അലിമറ്റം പിതാവ് പറഞ്ഞതുപോലെയും പാമ്പ്ലാനി പിതാവ് പറഞ്ഞതുപോലെയും വള്ളപ്പള്ളി പിതാവിനോട് ചേർന്ന് ബഹുമാനപ്പെട്ട കുന്നേലച്ഛനോടും മണ്ണൂരച്ഛനോടും ചേർന്ന് ചാച്ചൻ ഷിമുഖായിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ന് ഓർത്തിരിക്കും. ജീവിതത്തിൽ എപ്പോഴും സുഖകരമൊന്നും അല്ലായിരുന്നു. ചാച്ചന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ചാച്ചന് വ്യർത്ഥാഭിമാനം ഉണ്ടായിട്ടില്ല. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് ചാച്ചന് നിർബന്ധമായിരുന്നു. ഞങ്ങൾ മക്കളെ എല്ലാവരെയും 7 പേരെയും ചാച്ചൻ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ആ വളർത്തി വലുതാക്കണമെന്ന് ചാച്ചന് ബോധ്യമുണ്ടായിരുന്നു. ഞങ്ങൾക്കും അതിൽ അഭിമാനമേ ഉള്ളൂ. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പാറമ്പുഴയിലെ ഡാൻഡിസ് എന്നോട് പറഞ്ഞു, നിങ്ങൾ കടയടച്ച് പോകുമ്പോൾ ചാച്ചൻ ആ കുരിശും തൊട്ടി വന്ന് കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എൻ്റെ ചാച്ചനിൽ നിന്ന് കിട്ടിയതാണ്. ഞങ്ങൾ കടയടച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെ പിള്ളേരെ ചേർത്ത് നിർത്തി ചാച്ചൻ ഈ കുരിശും തൊട്ടിയിൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു. ആ ഒരു വിശ്വാസം മാത്രമേ ജീവിതത്തിൽ നിലനിർത്തിയുള്ളൂ. ചാച്ചൻ ഇന്ന് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ചാച്ചൻ വളരെ ശാന്തമായി ഈ ശവമഞ്ചത്തിൽ കിടക്കുമ്പോൾ ചാച്ചൻ്റെ ആത്മാവ് ഈശോയുടെ കൂടെയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്.